വൈകിയാണ്. നമുക്ക് ചായയും പക്കാവടയും ഉണ്ടാക്കാം. വരൂ. പക്കാവട ഉണ്ടാക്കാൻ നമുക്ക് അരിപ്പൊടിയും കടലമാവും ഈക്വൽ പ്രൊപ്പോർഷനേറ്റിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നോർമൽ വെള്ളം, തണുത്തതല്ല ചൂടല്ല, സാദാ പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. അത് ഒന്ന് മിക്സാക്കിയ ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ച് എല്ലാം ഒരേപോലെ മയം വരുന്ന രീതി കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ച് പാൻ വയ്ക്കാം. പാൻ വെച്ച ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഇടിയപ്പം മേക്കർ അല്ലെ സേവനാഴി എന്നൊക്കെ പറയുന്ന അതിലേക്ക് നമുക്ക് ഈ വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ കുത്തി നിറയ്ക്കണ്ട. 1-2 പ്രാവശ്യം ഇങ്ങനെ ഒരു ബോള് പോലെ എടുത്തിട്ട് അതിനെ ഒന്ന് കുറച്ച് നീളത്തിലാക്കി ആ സേവനാഴിയിലോട്ട് ഇട്ട ശേഷം നമുക്കത് അടച്ച് എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി തിളയ്ക്കണേ. നന്നായി എണ്ണ തിളച്ച ശേഷമേ ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു ക്രിസ്മസ് വരുന്നതിന് മുമ്പ് അതിനൊരു അത്രയ്ക്കൊരു ഇത് വരില്ല. അത് നമ്മൾ എണ്ണ ചൂടാകാതെ ഇട്ട് ഞാൻ ഒരിക്കൽ ഉണ്ടാക്കി അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രം ഇടുക. അതിന് ശേഷം നമ്മുടെ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ മാക്സിമം നമുക്ക് ഇട്ട് എണ്ണയിൽ വറുത്തെടുക്കാം. ഓക്കെ. എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയ ശേഷം തിരിച്ചിട്ട് കൊടുത്ത് അപ്പോൾ തന്നെ എടുക്കാം. ഒരുപാട് മുരിഞ്ഞു പോവണ്ട. ഒരു റെഡ് കളർ എത്തിയ ശേഷം നമുക്ക് എടുക്കാം. കുറച്ചും കൂടെ ആയ ഡാർക്കായി പോകും, ഒരു ബ്രൗൺ കളർ പോലെ വരും. അത് ഒരു ടേസ്റ്റ് കാണില്ല. എന്നിട്ട് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഇട്ട ശേഷം അതിലേക്ക് ഈ പക്കാവട വറുത്ത് കോരി ഇടുക. ഫുൾ പക്കാവടയും ഉണ്ടാക്കിയ ശേഷം നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇടുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, കുറച്ച് മാറി നിന്നിടണേ. എണ്ണയിലോട്ട് കറിവേപ്പില വീഴുമ്പോൾ കുറച്ചൊന്ന് പൊട്ടിത്തെറിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഒന്നും കൂടെ പറഞ്ഞെന്ന് മാത്രം. എന്നിട്ട് നമുക്ക് ഒരു 2 സെക്കൻഡ് മതി. അപ്പോഴത്തേക്കിന് നല്ല ക്രിസ്പായിട്ട് വരും. ആ ഗ്രീനിഷ് കളർ പോകരുത്. പച്ചനിറം പോകുന്നതിന് മുമ്പ് തന്നെ കോരിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം. ഇന്നത്തെ പക്കാവട റെഡി.